2025 ജൂൺ 6 സർക്കുലറിന് ശേഷം സെപ്റ്റംബർ 29 ഒരു പുതുക്കിയ ചട്ടം കൂടി ഇതിനോടനുബന്ധിച്ച് പുറത്തിറക്കി. അതാണ് ഈ ഒരു വാർത്തയും ഈ ചർച്ചയും ഒക്കെ ട്രിഗർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഈ മുഖ്യധാര മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള ഒരു വാർത്ത പ്രചരിപ്പിച്ചതിന്റെ കാരണം? സ്വാഭാവികമായിട്ടും അറിവില്ലായ്മ എന്ന് മാത്രമേ നമുക്ക് അതിനെ പറയാൻ സാധിക്കൂ. കാരണം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സർക്കുലറുകളെല്ലാം വളരെ കോമൺ ലാംഗ്വേജിലാണ്, ഇംഗ്ലീഷിലാണ് പുറപ്പെടുവിക്കുന്നതെങ്കിൽ പോലും അതിന്റെ ചില ക്ലോസുകളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ തെറ്റിദ്ധാരണ ഉളവാക്കാം. പക്ഷേ സീരിയസ്ലി ഈ ഒരു പർട്ടിക്കുലർ സർക്കുലർ, നമ്മളിപ്പോൾ പറയുന്ന നിയമങ്ങൾ അല്ലെങ്കിൽ അത് ക്രോഡീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു നിർദ്ദേശത്തിലും അങ്ങനെ തെറ്റിദ്ധാരണ ഉളവാക്കുന്ന ഒരു ആശങ്കപ്പെടുത്തുന്ന ഒരു ലൈൻ പോലും, ഒരു സെന്റൻസ് പോലും ഞാനതിൽ ശ്രദ്ധിച്ചിട്ടില്ല. സെപ്റ്റംബർ 29 ഈ മാർഗനിർദ്ദേശം ഭേദഗതി ചെയ്തുകൊണ്ടൊരു അമെൻഡഡ് സർക്കുലർ പുറത്തിറക്കുമ്പോഴാണ് ഇതെല്ലാം ട്രിഗർ ആവുന്നതും. 2025 ജൂൺ 6 ശരിക്കും ഈ മാർഗനിർദ്ദേശം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തിറക്കുന്നത്. ആ സമയത്തൊന്നും പ്രശ്നമില്ല. 2025 സെപ്റ്റംബർ 29 ഇത് അമെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ചെറിയ സർക്കുലർ പുറത്തിറക്കുന്നു. അപ്പോഴാണ് ശ്രീപ്രിയ പറഞ്ഞ ഈ പ്രശ്നങ്ങളെല്ലാം തുടങ്ങുന്നത്. ഒക്ടോബറിൽ തന്നെ ഇതിന്റെ ചർച്ച പല ഓൺലൈൻ മാധ്യമങ്ങൾ, ഈവൻ വലിയ മാധ്യമങ്ങൾ പോലും, വളരെ പഴക്കമുള്ള ആധികാരികതയോടുകൂടി വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നവർ പോലും ഇത് ഏറ്റുപിടിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയൊരു ചർച്ചയായി, ആശങ്കയ്ക്ക് വഴിവെക്കുന്ന ഒരു നില എത്തി. അതൊരു വലിയ ചർച്ചയായി. പക്ഷെ സെപ്റ്റംബർ 29 പുറപ്പെടുവിച്ചു എന്ന് പറയുന്ന സർക്കുലറിൽ വേറൊന്നും പറയുന്നില്ല കേട്ടോ. അത് വളരെ ഒറ്റ ലൈനിൽ ഒരു ചെറിയൊരു കാര്യം മാത്രമാണ് അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ക്ലാരിഫൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്.